ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ശരി സാർ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കിവിടെ കേൾക്കണം. സാർ, അവൻ ഇവിടെയില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. നോക്കൂ കടവ, എന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. ഇനി ഇവിടെ നിൽക്കാനോ വെറുതെ ഇരിക്കാനോ പറ്റില്ല. അങ്ങനെ ഓടിനടന്നുള്ള മോഹങ്ങളൊക്കെ കുറച്ചുകാലം മുൻപേ ഞാൻ അവസാനിപ്പിച്ചതാണ് സാർ. ഇനി കുറച്ചുനേരം ഇരുന്നാലും വലിയ പ്രശ്നമില്ല. സാർ, സരികനെ നോക്കൂ, മകന്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ? അച്ഛനെ തല്ലിച്ചതച്ച വാർത്ത പത്രത്തിൽ വരണമെങ്കിൽ ഇയാളോട് വായടച്ചു മിണ്ടാതിരിക്കാൻ പറയണം. സാർ, അവൻ ഇവിടെയില്ല, അവിടെയുമില്ല. കാക്കിയിട്ടവരുടെ കയ്യിലാണ് അവനുള്ളത്. അവന്റെ കയ്യെ പിടിച്ച് ഞങ്ങൾ വരുത്തും. അതിനാണ് അന്ന് ഇവിടെ വന്നതും. ആ മോനോട് പറഞ്ഞേക്ക് സ്റ്റേഷനിൽ വരണം. അല്ലെങ്കിൽ വായിലുള്ള കട്ടച്ചോറിൽ അവന്റെ ചോര ഞാൻ തുപ്പിക്കും. പറഞ്ഞേക്ക് അവരോട്, ഞാൻ തുപ്പിക്കും. അവന്റെ ആകെയുണ്ടായിരുന്നതെല്ലാം ഒരു സത്യവാങ്മൂലം. പോകൂ, പോകൂ. ഇയാൾ ഞങ്ങൾക്ക് സമാധാനം തരില്ലല്ലോ. ഇത് എന്ത് അവസ്ഥയാണിത് വിഷ്ണുട്ട? നമ്മൾ ഇങ്ങനെ ഓടിയിട്ടും ദൈവം സഹായിക്കുന്നില്ല. താനിത് ഇത്ര പെട്ടെന്ന് തോന്നുമെന്ന് കരുതിയില്ല. വിഷ്ണുട്ട, വിശപ്പ് മാറിയോ? അതിന് നന്ദി പറയേണ്ടത് സുബൈർക്കാണ്. കൃത്യസമയത്ത് എത്തിച്ചല്ലോ. ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇങ്ങനെ എന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. സത്യം പുറത്തുവന്ന് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണം. പോലീസ് ഒരിക്കലും വിഷ്ണുട്ടിനെ നിരപരാധിയായി തിരിച്ചുവരുന്നത് ആഗ്രഹിക്കില്ല. പ്രതീജം ചന്ദ്രബോസിന്റെ പോലീസാണ്. അറിയാമോ? അവനെ നശിപ്പിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഓടിനടക്കുകയാണ്. ഇനി പുറത്തുവരാത്ത വിധം അവനെ എന്നെ പൂട്ടും. ലോറിയിൽ ആരാണ് നിങ്ങളറിയാതെ സ്പിരിറ്റ് വെച്ചതെന്ന് കണ്ടുപിടിക്കാതെ ഈ കേസിൽ നിന്ന് ഒളിയാനാവില്ല. പോലീസ് വാശി പിടിക്കുകയാണ്. പിന്നെ ഇവിടെ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ പോലീസിനെ അവഗണിക്കരുത്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേ ദിവസം ഫ്രൂട്ട്സ് കയറ്റിയ ലോറി ഇവിടെ നിന്നാണോ യാത്ര തിരിച്ചതെന്ന് അറിയണം. അവിടെ നിന്ന് ഒരു പുതിയ യാത്ര തുടങ്ങാം. ഫ്രൂട്ട്സ് വെച്ച ലോറി വേണം. മറ്റൊരു വാതിൽ. നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങാം. എതിരാളികൾക്ക് സമയം ചെലവഴിക്കാൻ അവസരം കൊടുക്കരുത്. ഇത് കൃത്യമായ യാത്രയാണ്. എന്റെ മനസ്സ് പറയുന്നു, ആ യാത്രയിൽ നമുക്ക് കണ്ടെത്തണം സ്പിരിറ്റ് വണ്ടിയിൽ കയറിയ വഴി. എനിക്കിപ്പോൾ പരാതിപ്പെടാൻ കഴിയില്ല. എവിടെയൊക്കെ നിർത്തി, ആരോടൊക്കെ സംസാരിച്ചു എന്ന് കൃത്യമായി അറിയണം. ഇറക്കാനുള്ള വഴി അറിയില്ല. മിക്കവാറും ഇന്നുതന്നെ അറിയാം. 3 കോടി രൂപ ഒരിക്കലും ആ റൂട്ടിൽ നിന്ന് മാറിയിട്ടില്ല. സംശയിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കാം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. എന്റെ മനസ്സ് പറയുന്നു, ആ വഴിയിൽ എല്ലാവരെയും വിഷ്ണു ചോദിച്ചെന്ന് ദേവി പറയുന്നു. എന്റെ യാത്ര വിഷ്ണുട്ടിനെ കാണിച്ചുകൊണ്ടായിരിക്കണം. എനിക്കിപ്പോഴും ക്ഷമയില്ല സാറി. അച്ഛൻ വണ്ടിയോടിച്ച് ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു. അച്ഛനെ കണ്ടില്ല, സംസാരിച്ചില്ല. പക്ഷേ അച്ഛൻ കാര്യായിട്ടും ഒരു സംശയവുമില്ലാത്ത സോമനല്ല. കാര്യം നോക്കാൻ വഴിയില്ല. അവർക്ക് ഒരു സമ്മാനം വലിച്ചിടാനുണ്ട്. ഒരു മുറിവേറ്റും മനസ്സിൽ കിടക്കുന്നു. പാവപ്പെട്ടവർ രക്ഷിക്കാൻ വീട്ടിലുണ്ട്. അല്ലേ? അച്ഛൻ എന്നെ സംശയത്തോടെ നോക്കിയാൽ അത് തെറ്റാണോ? അതിനെല്ലാം ഒരു വഴിയുണ്ടാക്കാം. ആദ്യം വേണ്ടത് വിഷ്ണുട്ടിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. എന്തോ ഒരു ശക്തി. അത് പോലീസ് അല്ല കണ്ടെത്തേണ്ടത്. നമ്മൾ നിരപരാധിയാണ്. നമ്മൾ തന്നെ അത് തെളിയിക്കണം. അത് നമ്മൾ തെളിയിച്ചിരിക്കും. ഇന്ന് തന്നെ തുടങ്ങാം. പത്മിനി വിഷ്ണു, ഞാൻ അവളെ നിന്റെ കൂടെ നിൽക്കാനാണ് പറഞ്ഞത്. ദ്രോഹിയാണ്. എന്ത് ഭാവമാണ് മോളെ ഇത്? ആ കുട്ടികൾ എഴുന്നേറ്റോ എന്ന് നോക്കിക്കോ. മോളെ, ഇതിനൊരു പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കാം. നീ വെറും എന്തു പരിഹാരമാണ് വേണ്ടത്? നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കി ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ തിരിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ പോവാനാണ് ഞാൻ പറയുക. കാരണം നീ ജീവിക്കേണ്ടത് അവന്റെ കൂടെ തന്നെയല്ലേ? അമ്മ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയുന്നത്. എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. രോഹിത് എന്റെ മോളെ അംഗീകരിക്കില്ല. പിന്നെ എങ്ങനെ ഞാൻ അവിടെ നിൽക്കും? അപ്പുമോളാണോ രോഹിത് ശ്രദ്ധിക്കാത്തത്? നിങ്ങളുടെ 3 പെൺകുട്ടികളെയും നിങ്ങളുടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ വളർന്നത്. അത് കുറച്ചുകൂടി മാറി ചിന്തിച്ചാൽ മാറും. മാറ്റാനാവാത്ത പ്രശ്നങ്ങളൊന്നും ജീവിതത്തിലില്ല. എല്ലാം മറക്കാനും തിരുത്താനുമാണ് ജീവിതം. അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ വലിയ പാടാണ്. പക്ഷേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത്രയും പവിത്രമായ മറ്റൊരു ബന്ധം ഭൂമിയിൽ വേറെയില്ലെന്ന് ഞാൻ പറയും. ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ നിലയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം.
നീ രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകൂ. മോളെ, നിന്റെ ഭാവിക്കു വേണ്ടിയാണ് അമ്മ ഇത് പറയുന്നത്. ഇതൊരു വലിയ ജയിലാണ്. അതാണ് അമ്മ കാണുന്ന എന്റെ ഭാവിയല്ല. ശരി, ഞാൻ പോയിക്കോളാം. അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായി ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. അങ്ങനെയാണോ പറയുന്നത്? നിങ്ങളെ വളർത്തി ഇത്രത്തോളം ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്റെ കണ്ണടക്കുമ്പോൾ നിങ്ങളെ നോക്കാനുള്ള പ്രാപ്തി അമ്മ എങ്ങനെ ഒപ്പിച്ചെടുക്കും? അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ജീവിതം മാറും. എല്ലാത്തരം സാഹചര്യങ്ങളും ഉണ്ടാകും. ശരി അമ്മ. അമ്മയുടെ തീരുമാനമങ്ങനെയെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. വേഗം വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. അത് നീ ഇപ്പോൾ മോളെ എനിക്ക് അമർത്തിയതല്ലേ? അവൾക്ക് പണിയുണ്ടല്ലോ. സുഖമാവട്ടെ, പിന്നെ ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുപോയി ആക്കാം. അത് വേണ്ടമ്മേ. ഞാൻ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ എന്റെ പൊന്മോൾ ഒടുങ്ങും. ശരദാമ്മേ, അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടെ പോകാമോ? മോളെ. അതോ മമ്മേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കാരണം ഒരു സമാധാനവുമില്ല. മോളെ, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നീ എന്തു കാര്യമാണ് പറയുന്നത്? ഏത് അർത്ഥത്തിൽ എടുത്താലും ഒടുവിൽ ഞങ്ങൾക്കാവുന്നത് എല്ലാ അർത്ഥത്തിലും ഭേദിക്കരുത്. ഇത് ഞങ്ങളുടെ ഒരു തലവിധിയാണ്. എന്തു പറയണം? മോളെ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മയ്ക്ക് ഇത് പറയേണ്ടായിരുന്നു. അതുകൊണ്ടല്ല. വാ ശ്യാമേ. ശ്യാമേ നിൽക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. ശ്യാമേ, ഞാൻ പറയട്ടെ. നീ ഒന്നു കേൾക്ക്. ഹലോ. അവർ എന്താണ്? പെട്ടെന്ന് പോകണം. വീട്ടിൽ പോലീസ് എത്തും. കിട്ടിയാൽ അടിച്ച് എടുത്തു കൊണ്ടുപോകും. ജീപ്പിൽ കൊണ്ടുപോയി കൊല്ലും. നിങ്ങൾ അങ്ങനെ നോക്കരുത്. നിങ്ങൾ അങ്ങനെ നോക്കരുത്. വേഗം. സാർ, എന്താ ഇത്? കാര്യം വ്യക്തമാക്കണം. വിഷ്ണുവിനെയാണ് വേണ്ടത്. അന്നത് ഉള്ളത് പറയിച്ചില്ലേ? പറയിച്ചോ? ഇവിടെ വിഷ്ണു. ഇവിടെ വിഷ്ണു ഇല്ല സാർ. അവൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. സാർ, ഇത് വലിയ കഷ്ടമാണ്. എന്താണ് ശരദാവേ? എന്റെ ഡ്യൂട്ടിയാണ്. വിഷ്ണു തൂണും തുരുമ്പിച്ചാലും കാണുമെന്നാണ് പറഞ്ഞത്. സാർ, നിങ്ങൾ വിഷ്ണുവിനെ നോക്കി വന്നതാണോ? അതോ എന്റെ കട തകർക്കാൻ വന്നതാണോ? ശരദാവേ, അവനെ കാണേണ്ടത് അവന്റെ ബന്ധുക്കൾക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും തലവേദനയാണ്. പരമാവധി എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം ചെയ്യാം. എല്ലാം വാരിവെച്ച് പൊട്ടനാക്കി വരികയാണോ? കുറ്റം ചെയ്യുന്നതിനേക്കാൾ കഷ്ടമാണിത്. കുറ്റവാളിയെ ഒരുമിച്ചു കൂട്ടണം. ACP ചന്ദ്രബോസ്, നിങ്ങൾ എന്തു ചെയ്യാൻ പോവുകയാണ്? മാഡം, സ്പിരിറ്റ് കേസിലെ പ്രതിയായ വിഷ്ണു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. പോലീസല്ലേ മാഡം? എത്ര പറഞ്ഞാലും കേൾക്കില്ല. വിഷ്ണു എപ്പോൾ വരുമെന്ന് അറിയില്ല. അതുവരെ ഇത് തുടരും. നിൽക്കില്ല. നീതി അധികാരികളോടാണ്. ഇന്ന് മാന്യമായിട്ടുള്ള സംസാരമാണ്. സെർച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞ് കട തകർക്കാനുള്ള അവകാശം നിങ്ങൾക്കാരാ തന്നത്? മാഡം, മാന്യമായി ഇപ്പോഴും ബുദ്ധിയില്ല. അതായത് അധികാരക്കസേരയിൽ എല്ലാം ഭേദപ്പെട്ട് ഇരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമില്ല. അധികാരക്കസേരയിൽ എല്ലാം ഭേദപ്പെട്ട് ഇരിക്കുന്നു എന്ന് പറയുകയാണ്. വാക്കുകൾ കൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കേണ്ടിവരും. ലക്ഷക്കണക്കിന് പൊടിപടലങ്ങളുള്ള പോലീസാണ്. തെറ്റുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കളക്ടറുടെ അധികാരക്കസേര എന്നൊന്നുമില്ല മിസ്റ്റർ ACP. ലോകം മുഴുവൻ അറിയുന്ന ഒരു പെൺകുട്ടിക്ക് ഏത് സ്ത്രീക്കും അവരുടെ സ്ഥാപനത്തെയും ജനങ്ങളെയും വസ്തുക്കളെയും കലാകാരന്മാരെയും സംരക്ഷിക്കാൻ പറ്റും. അത് ചോദ്യം ചെയ്യാനും അത് തടയാനും അവകാശമുണ്ട്. അതിന് യൂണിഫോമിൽ നക്ഷത്രചിഹ്നം നോക്കേണ്ട കാര്യമില്ല. അറിയുന്ന ആൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മതിയാകും. ഇത് ഇന്ത്യയിലെ ഏത് പൗരനും അവകാശപ്പെട്ട നിയമം സെക്ഷൻ 103 ആണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാന്യനായ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന് പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഒഴിവാക്കി ഇവിടെ നിന്ന് പോകണം. അതാണ് നിങ്ങൾക്കും നല്ലത്. മാഡം, ഈ സ്റ്റിക്കുകൾ ഞാൻ കണ്ടെത്തി. അത് കെട്ടിച്ചമച്ചതാണെന്ന്. ലോറിയിൽ പിടിച്ചതാണ്. ഭർത്താവ് നിരപരാധിയാണെന്ന് വാദിക്കാനാണ് ഞാൻ വന്നത്. എന്റെ ഭർത്താവല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ACPക്ക് അറിയാം. അതെ സാറിന്. അത് എവിടെയാണ്? ചിലപ്പോൾ അങ്ങനെയാണ്. സാധാരണക്കാരന്റെ സാന്നിധ്യം മനസ്സിലാക്കി തരണം. ഇത് പോത്തിന്റെ പ്രതിയാവും. പിന്നെ എന്റെ ഭർത്താവ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത്. കമല ചന്ദ്രബോസ്. എന്റെ ഭർത്താവ് നല്ലവനാണെന്ന് ഞാൻ തെളിയിക്കും. ഈ കമലയെ വെച്ച് ഞാൻ തെളിയിക്കും. തെളിയിച്ചു. അതെ, അതുവരെ ചന്ദ്രബോസിന് വഴിയില്ല.
ഇനി എനിക്ക് പന്ത് എങ്ങോട്ട് അടിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഇന്ന് പന്ത് മാറില്ല. ഇന്ന് ടിക്കറ്റ് കിട്ടില്ല. ഇനി നമുക്ക് നാളെ വരാം. എപ്പോൾ അവിടെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇത് നമുക്ക് ഒരു നിർദ്ദേശമാക്കാമോ? ഇതാ സാർ. മാഡം. അപ്പുറത്ത് നിന്നാണ് ഞാൻ വന്നത്. അച്ഛാ. അത് കയ്യേറ്റം ചെയ്യാന്നല്ല. എന്നോട് ദേഷ്യമില്ല. ഒന്നു തൊട്ടാൽ ശക്തിയോടെ തിരിച്ചുവരും. അപ്പോഴും എന്റെ കയ്യിൽ ഇലകളില്ല. അതിൽ വീഴുന്ന കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ ചന്ദ്രബോസ്. സൂക്ഷിച്ചോ നമുക്ക്. ആ സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഇത് കൊടുത്ത് നടക്കരുത്. നമുക്ക് കാണാം. കാണാം. വാഴ. വാഴ. കണ്ണിലെ മുത്തുകളെപ്പോലെ നടന്നുപോകുന്നു. ആ കണ്ണിലെ മുത്ത് നമ്മുടെ യഥാർത്ഥ കാളിയാണല്ലോ. അവനാണ് അറിയുന്നത്. ദൂരെ നിന്ന് കളിക്കരുത്. മണ്ണായി കളിക്കരുത്. കത്തിത്തീരുമ്പോൾ വീഴും. അത് അല്പം വേഗത കൂടുതലായിരിക്കും. അങ്ങനെയാണ് അവൻ. അങ്ങനെ ഒരു അവൻ. അന്ന് പിന്തിരിയരുത്. മാഷേ. എവിടെ? അവർക്ക് താമസിക്കാനുള്ളതല്ലേ? ഹലോ. അങ്ങനെയൊക്കെ നേരാക്കണം. നീ വന്നപ്പോഴാണ് ഞാൻ പിന്നോട്ട് പോകുന്നത്. നീ തിരിച്ചു വരാനോ എന്നില്ല. അപ്പോഴാണ് പോയാലും വന്നാലും. മോളെ. എന്റെ ഇവിടെ കെട്ടിപ്പോവുകയാണ്. എന്താ സത്രം? അല്ലെങ്കിൽ തോന്നുമ്പോൾ പോകാനും വരാനും. രോഹിത്. ശ്യാമേ. അവളും അങ്ങോട്ട് പോയിക്കോട്ടെ. വേണ്ട സുബൈർ. ഇവൾക്കിവിടെ വേണം. അമ്മയോട് ചിരിക്കട്ടെ. അവസാനം ഇവൾക്ക് സ്വന്തം കുഞ്ഞിനെ അടിക്കാമോ? മണ്ടി. ഡോക്ടറെ ഒന്ന് കാണിക്കണ്ടേ? അതാണ്. നിന്റെ കള്ളിച്ചേച്ചിയുടെ വാഹനം. കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ? അതാണോ അവളുടെ ഔദ്യോഗിക വാഹനം? അത് വഴിയിൽ വെച്ച് ചെയ്യാമോ? രോഹിത് ഒരുങ്ങണം. എന്തെങ്കിലും തയ്യാറായി നിൽക്കണം. അടി കിട്ടാനും തിട്ടിക്കാനും തല്ലുകൊള്ളാനും എല്ലാത്തിനും. നീ ഒന്ന് ഓർത്ത് നോക്കൂ. ഈ കടികാണ് ആംഗ്യങ്ങളൊക്കെ നീ നിന്റെ വീട്ടിൽ അനുഭവിക്കുക. ഇവിടെ വന്നത് നിന്റെ തെറ്റാണ്. എന്റെ മോളുടെ ഒരു ഡ്രസ്സും എടുക്കാനുണ്ട്. അതെടുത്ത് ഞങ്ങൾക്ക് പോയി തങ്ങാം. രോഹിത് ജീവിക്കുകയാണോ മരിക്കുകയാണോ എന്ന് നിശ്ചയിച്ചത്? മോളെ. അവനെ ഞാൻ പറഞ്ഞുവിട്ടു. അയാൾ ഒരു കൊഴുക്കനാണ്. പേടിപ്പിച്ച് സുഖത്തോടെ ജീവിക്കാൻ നോക്കി. തലയ്ക്ക് ഭ്രാന്തില്ല. അതല്ല. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.